നമസ്കാരം. ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്ന ചില പുതിയ സംഭവ വികാസങ്ങളാണ് അന്വേഷി ന്യൂസ് ഇന്ന് പരിശോധിക്കുന്നത്. ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ, സ്ത്രീ സംവരണം, ലോക്സഭാ മണ്ഡലങ്ങളുടെ പുനർനിർണയം, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ആശങ്കകൾ, കൂടാതെ ഭരണപക്ഷവും പ്രതിപക്ഷവും നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ, ഇവയെല്ലാം ചേർന്നാണ് ഡൽഹിയിൽ പുതിയ രാഷ്ട്രീയ ചർച്ചകൾ സജീവമായിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും നിരവധി വിവരങ്ങൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായി സ്ഥിരീകരിച്ച കാര്യങ്ങളും രാഷ്ട്രീയ ചർച്ചകളായി തുടരുന്ന കാര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഈ വിഷയങ്ങൾ ലളിതമായി പരിശോധിക്കാം. സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ബില്ലുകളും ഒപ്പം ലോക്സഭാ മണ്ഡലങ്ങളുടെ പുനർനിർണയവും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്നതിനിടയിലാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയ നാടകങ്ങൾ അരങ്ങേറുന്നത്. രാജ്യത്തെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 850 വർദ്ധിപ്പിക്കാനും പുതിയ ഭേദഗതികൾ കൊണ്ടുവരാനുമുള്ള നീക്കങ്ങൾക്കിടയിൽ പ്രതിപക്ഷ നിരയിലും വലിയ പൊട്ടിത്തെറികളാണ് നടക്കുന്നത്. നാരി ശക്തി വന്ദൻ അധിനിയം പോലുള്ള ചരിത്രപരമായ നിയമങ്ങളുടെ നിർവഹണവും പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളും പല രീതിയിൽ മാറുകയാണ്. 2006 131 ഭരണഘടനാ ഭേദഗതി ബിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയൊരു വഴിത്തിരിവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ലോക്സഭയിലെ ആകെ സീറ്റുകളുടെ എണ്ണം 543 നിന്ന് പരമാവധി 850 ഉയർത്തുക, മണ്ഡല പുനർനിർണയ നടപടികൾ വേഗത്തിലാക്കുക, 33% സ്ത്രീ സംവരണം യാഥാർത്ഥ്യമാക്കുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. എന്നാൽ ഈ ബില്ലിന്മേലുള്ള ചർച്ചകളും വോട്ടെടുപ്പുകളും പാർലമെന്റിൽ വലിയ വാഗ്വാദങ്ങൾക്കാണ് വഴിവെച്ചത്. പ്രതിപക്ഷത്തിന്റെ ശക്തമായ എതിർപ്പുകളെ തുടർന്ന് സഭയിൽ ഈ ബില്ല് പാസാക്കിയെടുക്കുന്നതിൽ നേരിട്ട വെല്ലുവിളികൾ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ഈ നിർണായക ഘട്ടത്തിലാണ് ഇന്ത്യ മുന്നണിക്ക് കനത്ത പ്രഹരമായി തൃണമൂൽ കോൺഗ്രസ് ക്യാമ്പിൽ കടുത്ത ഭിന്നതകളും വിമത നീക്കങ്ങളും രൂപപ്പെട്ടിരിക്കുന്നത്. ബില്ലിന്റെ വ്യവസ്ഥകളോടും വോട്ടിംഗ് തന്ത്രങ്ങളോടുമുള്ള വിയോജിപ്പുകൾ പാർട്ടിക്കുള്ളിൽ വലിയ കലഹത്തിന് കാരണമായിട്ടുണ്ട്. പ്രതിപക്ഷ സഖ്യത്തിനകത്ത് ഏകോപനമില്ലായ്മയും ആശയക്കുഴപ്പങ്ങളും ഉണ്ടെന്നതിന്റെ തെളിവായി ഈ സംഭവങ്ങൾ മാറിക്കഴിഞ്ഞു. ദേശീയ തലത്തിൽ പ്രതിപക്ഷ നിരയെ ഇത് എത്രമാത്രം ബാധിക്കുമെന്നത് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുകയാണ്. ലോക്സഭാ സീറ്റുകൾ ഗണ്യമായി വർദ്ധിപ്പിക്കുമ്പോൾ രാജ്യത്തെ മണ്ഡല പുനർനിർണയം എങ്ങനെ നടപ്പിലാകും എന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ജനസംഖ്യാടിസ്ഥാനത്തിൽ മാത്രമാണ് സീറ്റുകൾ പുനർനിർണയിക്കുന്നതെങ്കിൽ അത് കുടുംബാസൂത്രണം കൃത്യമായി നടപ്പിലാക്കുന്ന കേരളം, തമിഴ്നാട് തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കനത്ത തിരിച്ചടിയാകും. ലോക്സഭയിലെ മൊത്തം പ്രതിനിധികളുടെ എണ്ണത്തിൽ ദക്ഷിണേന്ത്യയുടെ ആനുപാതിക പ്രാതിനിധ്യം കുറയാൻ ഇത് ഇടയാക്കുമെന്ന ആശങ്ക ശക്തമാണ്. ഈ പശ്ചാത്തലത്തിലാണ് തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായ DMKയെ ഒപ്പം നിർത്താൻ ലക്ഷ്യമിട്ടുള്ള രഹസ്യ നീക്കങ്ങൾ ഡൽഹി കേന്ദ്രീകരിച്ച് സജീവമായിരിക്കുന്നത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഭരണപക്ഷം ചില ഒത്തുതീർപ്പ് ഫോർമുലകൾ മുന്നോട്ടു വെക്കുന്നുണ്ടെന്നാണ് സൂചന. നിർണായകമായ ഭരണഘടനാ ഭേദഗതി ബില്ലുകൾക്കും വോട്ടെടുപ്പുകൾക്കും DMKയുടെ പിന്തുണ കൂടിയേ തീരൂ എന്ന കണക്കുകൂട്ടലിലാണ് ഈ തന്ത്രപ്രധാന നീക്കങ്ങൾ നടക്കുന്നത്. സ്ത്രീകൾക്ക് നിയമസഭകളിലും ലോക്സഭകളിലും കൂടുതൽ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നേരത്തെ സ്ത്രീ സംവരണ നിയമം പാസാക്കിയിരുന്നു എന്നത് സത്യം തന്നെ. എന്നാൽ ഈ നിയമം പൂർണ്ണമായി നടപ്പിലാക്കാൻ മണ്ഡല പുനർനിർണയവും ജനസംഖ്യ കണക്കിലെടുപ്പുമായി ബന്ധപ്പെട്ട നടപടികളും പൂർത്തിയാക്കേണ്ടതുണ്ടെന്നാണ് സർക്കാർ പറയുന്നത്. ഇതിനിടയിൽ ഭരണഘടനാ ഭേദഗതികളും ലോക്സഭാ മണ്ഡലങ്ങളുടെ ഭാവിയും സംബന്ധിച്ച് വിവിധ രാഷ്ട്രീയ ചർച്ചകൾ വീണ്ടും സജീവമായിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ലോക്സഭയിലെ അംഗങ്ങളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിപ്പിക്കുമെന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ കാണുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളും പാർലമെന്റ് പാസാക്കിയ നിയമങ്ങളും അടിസ്ഥാനമാക്കിയാണ് അന്തിമ ചിത്രം വ്യക്തമാകുക. പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയങ്ങളിൽ നിരവധി സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. മണ്ഡല പുനർനിർണയം എങ്ങനെ നടപ്പാക്കും? സംസ്ഥാനങ്ങളുടെ നിലവിലെ രാഷ്ട്രീയ ശക്തിയിൽ മാറ്റമുണ്ടാകുമോ? സ്ത്രീ സംവരണം എപ്പോൾ പ്രാബല്യത്തിൽ വരും? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. അതേസമയം ഭരണപക്ഷം പറയുന്നത് രാജ്യത്തിന്റെ ജനസംഖ്യാ വ്യതിയാനങ്ങൾ കണക്കിലെടുത്ത് കാലാനുസൃതമായ മാറ്റങ്ങൾ അനിവാര്യമാണ് എന്നാണ്. രണ്ടു പക്ഷവും തങ്ങളുടെ നിലപാടുകൾ ശക്തമായി മുന്നോട്ട് വയ്ക്കുന്നതിനാൽ വിഷയം ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി തുടരുകയാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ആശങ്ക തന്നെയാണ്.
കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിരവധി രാഷ്ട്രീയ നേതാക്കൾ ഒരേ ആശങ്കയാണ് പങ്കുവയ്ക്കുന്നത്. ജനസംഖ്യയെ മാത്രം അടിസ്ഥാനമാക്കി ലോക്സഭാ സീറ്റുകൾ പുനർനിശ്ചയിച്ചാൽ ദക്ഷിണേന്ത്യയുടെ ആനുപാതിക പ്രാതിനിധ്യം കുറയുമോ എന്നതാണ് പ്രധാന ചോദ്യം. കുടുംബാസൂത്രണ പദ്ധതികൾ വിജയകരമായി നടപ്പാക്കിയ സംസ്ഥാനങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകരുതെന്നാണ് അവരുടെ ആവശ്യവും. അതേസമയം ജനസംഖ്യ കൂടുതലുള്ള സംസ്ഥാനങ്ങൾക്ക് യഥാർത്ഥ ജനസംഖ്യ അനുസരിച്ചുള്ള പ്രാതിനിധ്യം ലഭിക്കണമെന്നാണ് മറ്റൊരു വാദം. ഇതുകൊണ്ട് തന്നെ വിഷയം രാഷ്ട്രീയപരമായും ഭരണഘടനാപരമായും ഏറെ പ്രാധാന്യമുള്ളതായിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ കൂടിക്കാഴ്ചകളും ചർച്ചകളും തുടരുകയുമാണ്. ഭരണപക്ഷം വിവിധ പ്രാദേശിക പാർട്ടികളുടെ പിന്തുണ ഉറപ്പാക്കാൻ ശ്രമിക്കുന്നുവെന്ന റിപ്പോർട്ടുകളും ഇതിനിടെ പുറത്തു വരുന്നുണ്ട്. അതേസമയം പ്രതിപക്ഷവും തങ്ങളുടെ ഐക്യം ശക്തിപ്പെടുത്താനുള്ള ശ്രമത്തിലാണ്. ഏത് പാർട്ടി ആരെ പിന്തുണയ്ക്കും എന്ന കാര്യത്തിൽ ഇപ്പോൾ നിരവധി അഭ്യൂഹങ്ങൾ, രാഷ്ട്രീയ വിലയിരുത്തലുകളും പ്രചരിക്കുന്നുണ്ടെങ്കിലും ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ വരുന്നതുവരെ അതെല്ലാം രാഷ്ട്രീയ ചർച്ചകളായി മാത്രം കാണേണ്ടതാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഭാവിയെ സ്വാധീനിക്കാൻ കഴിയുന്ന വിഷയങ്ങളാണ് സ്ത്രീ സംവരണവും മണ്ഡല പുനർനിർണയവും. ഇവ നടപ്പിലാക്കുന്ന രീതി വരും വർഷങ്ങളിലെ ദേശീയ രാഷ്ട്രീയത്തെ നിർണയിക്കാൻ സാധ്യതയുണ്ട്. പാർലമെന്റിൽ എന്തെല്ലാം തീരുമാനങ്ങൾ ഉണ്ടാകും, സംസ്ഥാനങ്ങളുടെ ആശങ്കകൾ എങ്ങനെ പരിഹരിക്കും, രാഷ്ട്രീയ പാർട്ടികൾ എന്ത് നിലപാട് സ്വീകരിക്കും, ഇതെല്ലാം വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാകും. വടക്കൻ സംസ്ഥാനങ്ങളും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ സന്തുലിതാവസ്ഥയെ തന്നെ അടിമുടി മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ് ഈ ബില്ലുകൾ. ഒരു വശത്ത് പ്രതിപക്ഷ നിരയിലെ ഐക്യമില്ലായ്മയും വിമത കലഹങ്ങളും, മറുവശത്ത് പുതിയ കൂട്ടുകെട്ടുകൾക്കായുള്ള ഭരണപക്ഷത്തിന്റെ തിരക്കിട്ട നീക്കങ്ങളും വരും ദിവസങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വൻ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് ഉറപ്പാണ്.